ഗണ്ടിക്കോട്ടയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞാൻ നടക്കുമ്പോൾ ഗണ്ടിക്കോട്ട മലയിടുക്കിൻ്റെ ഭൗമശാസ്ത്രപരമായ വിലയിരുത്തലും ചിന്തയുമൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഓടിമറയുന്നത്. പ്രകൃതിയുടെ നിശബ്ദവും എന്നാൽ അതിശക്തവുമായ പ്രവർത്തനത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഗണ്ടിക്കോട്ട. മനുഷ്യായുസ്സിൻ്റെ അതിരുകൾക്കപ്പുറം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയൊരുക്കിയ ഒരു ശില്പം കൂടിയാണിത്. ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമയത്തിൻ്റെ മഹാപ്രവാഹവും സ്ഥിരതയും അത് നമ്മിലുണ്ടാക്കുന്ന പ്രകൃതിയിലുണ്ടാക്കുന്ന മാറ്റങ്ങളുമൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കൂടിമറയുന്നത്. ഒരു വലിയ പാറക്കൂട്ടത്തെ വെട്ടിമുറിക്കാൻ മനുഷ്യൻ കഠിനമായ യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രകൃതി ഇവിടെ ഉപയോഗിക്കുന്നത് വെള്ളം എന്ന ശാന്തമായ മാധ്യമത്തെയാണ്. എരമല കുന്നുകളിലെ കഠിനമായ ചുമന്ന മണൽ പാറകൾക്കിടയിലൂടെ പെണ്ണാർ നദി ഒഴുകാൻ തുടങ്ങിയപ്പോൾ അത് വെറുമൊരു അരുവിയായിരുന്നിരിക്കാം. എന്നാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നിർബാധം തുടർന്ന നദിയുടെ ഒഴുക്കും അതിൻ്റെ ഘർഷണവും ആ കഠിനമായ പാറകളെ പോലും കീറിമുറിച്ചു. പ്രകൃതിയിൽ സ്ഥിരതയോടെയുള്ള ചെറിയ പ്രവർത്തനങ്ങൾക്ക് എത്ര വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു മകുടോദാഹരണം കൂടിയാണ് ഈ മനോഹരമായ കാഴ്ചകൾ. കൂടാതെ പ്രകൃതിയുടെ വാസ്തുവിദ്യയുടെ ഒരു മനോഹരമായ കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യൻ നിർമ്മിച്ച ഗണ്ടിക്കോട്ട എന്ന കോട്ടയേക്കാൾ എത്രയോ മനോഹരവും വിസ്മയകരവുമാണ് പ്രകൃതി രൂപപ്പെടുത്തിയ പ്രകൃതിദത്ത ഈ മലയിടുക്കുകൾ. നദി ആഴത്തിലേക്ക് ഒഴുക്ക് തുടർന്നപ്പോൾ പാറകളുടെ ഇരുവശങ്ങളും കുത്തനെയുള്ള വലിയ ഭിത്തികളായി മാറി. ഇന്ന് നമ്മൾ കാണുന്ന ഏകദേശം 300 അടിയിൽ അധികം ആഴമുള്ള ഈ താഴ്വര ഭൂമിയുടെ ആന്തരിക ഘടനയെയും ഉപരിതല വ്യതിയാനങ്ങളുടെയും ഒരു നേർചിത്രം കൂടിയാണ്. ഇവിടെ നമുക്ക് ദർശിക്കാനാവുന്നത് മാറ്റമില്ലാത്ത മാറ്റത്തിൻ്റെ പ്രതീകമായി ഇവിടെ നിലനിൽക്കുന്ന ഒത്തിരിയേറെ വിസ്മയകരമായ നിർമ്മിതികൾ കൂടിയാണ്. മനുഷ്യ ചരിത്രത്തിൽ സാമ്രാജ്യങ്ങൾ വന്നുപോയി, രാജാക്കന്മാർ മാറിമറിഞ്ഞു, കോട്ടകൾ തകർന്നു. എന്നാൽ ഈ മലയിടുക്കിൻ്റെ രൂപീകരണം ഇന്നും പരോക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. നിശ്ചലമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഓരോ മഴക്കാലത്തും പെണ്ണാർ നദി ഈ താഴ്വരയെ വീണ്ടും സൂക്ഷ്മമായി കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഈ മാറ്റമില്ലാത്ത പ്രക്രിയയ്ക്ക് മുന്നിൽ മനുഷ്യൻ്റെ ആയുസ്സും അഹങ്കാരവും എത്ര ചെറുതാണെന്ന ഒരു ആത്മീയമായ ചിന്തയും ഈ ഗണ്ടിക്കോട്ട നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഗണ്ടിക്കോട്ടയുടെ മലയിടുക്ക് കേവലം കല്ലും വെള്ളവും മാത്രമല്ല, അത് ഭൂമിയുടെ ചരിത്രം സ്വന്തം മാറിലേക്ക് കൊത്തിവെച്ച ഒരു പ്രകൃതിദത്ത പുസ്തകമാണ് എന്ന് ഇവിടുത്തെ കാഴ്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം മുന്നോട്ട് നടക്കുമ്പോൾ കാണാനിരിക്കുന്ന ഇന്ത്യയുടെ ഗ്രാൻഡ് കാനിയൻ എന്നറിയപ്പെടുന്ന മനോഹരമായ കാഴ്ചകളെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ തന്നെ കടപ്പ ജില്ലയിലെ പെണ്ണാർ നദിയുടെ തീരത്താണ് ഈ അപൂർവ പ്രതിഭാസം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായ ഗ്രാൻഡ് കാനിയൻ മലയിടുക്കുകളോട് സാദൃശ്യമുള്ളതിനാലാണ് ഗണ്ടിക്കോട്ടയ്ക്ക് ഈ പേര് ലഭിച്ചിരിക്കുന്നതും. പെണ്ണാർ നദി കഠിനമായ ചുവന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ വർഷങ്ങളായി ഒഴുകി രൂപപ്പെടുത്തിയ ആഴമേറിയ താഴ്വരയാണ് ഇവിടെയുള്ള കാനിയൻ. സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ പറ്റിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരിടം കൂടിയാണിത്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ചരിത്രപ്രധാന കോട്ട കൂടിയാണ് ഈ ഗണ്ടിക്കോട്ട. ചുവന്ന മണൽക്കല്ലുകളാൽ നിർമ്മിച്ച ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു വലിയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, ധാന്യപ്പുരകൾ, വാച്ച് ടവറുകൾ എന്നിവ നമുക്ക് ഇന്നും ഇവിടെ കാണാനാവും. കോട്ടയ്ക്കുള്ളിൽ വിജയനഗര വാസ്തുവിദ്യയിൽ നിർമ്മിച്ച മാധവരായ ക്ഷേത്രം,
രംഗനാഥ സ്വാമി ക്ഷേത്രം എന്നിവയും അതോടൊപ്പം തന്നെ ഒരു ജുമാ മസ്ജിദും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. മലയിടുക്കിൻ്റെ അരികുകളിൽ സുരക്ഷാ വേലികളില്ല. അതിനാൽ തന്നെ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി ചിത്രമെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പെണ്ണാർ നദി ചുവന്ന പാറകളെ കുത്തനെയുള്ള ആഴത്തിൽ മുറിച്ചു കടന്നാണ് ഈ മലയിടുക്ക് രൂപപ്പെട്ടത് എന്നതാണ് ചരിത്രം. പാറകളുടെ പാളികളും നദീതടത്തിൻ്റെ ഘടനയും പഠിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇതൊരു മികച്ച പ്രകൃതിദത്ത ലാബോറട്ടറി കൂടിയാണ്. ഗണ്ടി എന്നാൽ തെലുങ്കിൽ മലയിടുക്ക് എന്നും കോട്ട എന്നാൽ കോട്ട എന്നുമാണ് അർത്ഥം. പ്രകൃതിദത്തമായ ഈ മലയിടുക്ക് ശത്രുക്കൾക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു വലിയ സുരക്ഷാ കവചമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു കോട്ടയ്ക്ക് ഇവിടെ രൂപം നൽകിയത്. കല്യാണി ചാലൂക്യന്മാർ, പെമ്മസാനി നായക്കർ, വിജയനഗര സാമ്രാജ്യം, ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് തുടങ്ങിയ വിവിധ രാജവംശങ്ങളുടെ തന്ത്രപരമായ ഭരണകേന്ദ്രമായിരുന്നു ഈ കോട്ട. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ പല യുദ്ധങ്ങൾക്കും ഈ പ്രദേശം സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. ഒരേ വളപ്പിനുള്ളിൽ തന്നെ തകരാതെ നിൽക്കുന്ന മാതാവരായ ക്ഷേത്രവും വലിയൊരു ജുമാ മസ്ജിദും നമുക്ക് കാണാവുന്നതാണ്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന മതസൗഹാർദ്ദത്തെയും സഹിഷ്ണുതയെയും കാണിക്കുന്നു. വിജയനഗര ശൈലിയിലുള്ള ഇവിടുത്തെ തൂണുകളും കൽത്തുറങ്കുകളും ധാന്യപ്പുരകളും പഴയ കാലത്തെ മികച്ച എഞ്ചിനീയറിംഗ് വൈഭവത്തിൻ്റെ തെളിവ് കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓഫ് ബീറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. പാറക്കെട്ടുകളിൽ ടെൻ്റടിച്ച് താമസിക്കുന്ന ക്യാമ്പിംഗ്, ട്രെക്കിംഗ്, റോക്ക് ക്ലൈംബിംഗ് എന്നിവയാണ് ഈ പ്രദേശം ഏറെ പ്രശസ്തമാക്കുന്നതും. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ ഈ പിന്നോക്ക പ്രദേശത്തെ ജനങ്ങൾക്ക് ഹോം സ്റ്റേകൾ, ഗൈഡ് സേവനങ്ങൾ, ചെറുകിട കച്ചവടങ്ങൾ എന്നിവയിലൂടെ നല്ലൊരു വരുമാന മാർഗം കൂടി ലഭിക്കുന്നുണ്ട് ഈ കോട്ട മൂലം. കേവലം ഒരു കാഴ്ചയ്ക്കപ്പുറം ഇന്ത്യയുടെ പ്രകൃതിദത്തമായ ഭൂപ്രകൃതിയുടെ വൈവിധ്യവും അതിലൊളിഞ്ഞിരിക്കുന്ന സമ്പന്നമായ ചരിത്രവുമാണ് ഗണ്ടിക്കോട്ട നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന പല പ്രമുഖ സാമ്രാജ്യങ്ങളുടെയും തന്ത്രപരമായ ഒരു കോട്ടയായിരുന്നു ഒരു കാലത്തിത്. ശത്രുക്കൾക്ക് അത്ര പെട്ടെന്ന് കീഴടക്കാൻ കഴിയാത്ത രീതിയിലാണ് ഗണ്ടിക്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ആഴമേറിയ പെണ്ണാർ നദിയുടെ മലയിടുക്കും മറുവശത്ത് ദുർഘടമായ എരമല കുന്നുകളും ഈ കോട്ടയ്ക്ക് പ്രകൃതിദത്തമായ സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിലൊന്നായി ഇത് കണക്കാക്കപ്പെട്ടു വന്നിരിക്കുന്നു. നൂറ്റാണ്ടുകളിലായി പല ശക്തരായ രാജവംശങ്ങളുടെ കയ്യിലൂടെയാണ് ഈ ഗണ്ടിക്കോട്ട കടന്നു വന്നത്. ക്രിസ്തുവർഷം 1123 കല്യാണി ചാലൂക്യ രാജാവായ ആഹവമല്ല സോമേശ്വരൻ്റെ കീഴിലുള്ള കപ്പ രാജാവ് എന്ന ഫ്യൂഡൽ ഭരണാധികാരിയാണ് ഇവിടെ ആദ്യമായി ഒരു മൺകോട്ട നിർമ്മിക്കുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ കോട്ടയുടെ മഹത്തായ പാരമ്പര്യം. പിന്നീട് കാകതീയരുടെയും വിജയനഗര രാജാക്കന്മാരുടെയും കീഴിലായി ഈ പ്രദേശം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഇവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 300 വർഷത്തോളം പെമ്മസാനി നായക്കർ ഗണ്ടിക്കോട്ട ഭരിച്ചു. ഇവരുടെ കാലത്താണ് ഈ മൺകോട്ടയെ ശത്രുക്കൾക്ക് തകർക്കാൻ കഴിയാത്ത ശക്തമായ കൽക്കോട്ടയായി മാറ്റിയെടുത്തത് എന്നതാണ് ചരിത്രം. പിന്നീട് മീർ ജുംലയുടെ നേതൃത്വത്തിൽ ഗണ്ടിക്കോട്ട സുൽത്താനേറ്റ് ഈ കോട്ട പിടിച്ചെടുത്തു. ഈ കാലഘട്ടത്തിലാണ് കോട്ടയ്ക്കുള്ളിൽ പ്രശസ്തമായ ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത്. പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ പഴയകാലത്തെ നിർമ്മാണ വൈഭവത്തിൻ്റെ മകുട ഉദാഹരണം കൂടിയാണ്. പ്രത്യേകിച്ച് മാധവരായ ക്ഷേത്രവും രഘുനാഥസ്വാമി ക്ഷേത്രവും എടുത്തു പറയേണ്ടത് കൂടിയാണ്.
വിജയനഗര ശൈലിയിലുള്ള അതിമനോഹരമായ കൽത്തൂണുകളും ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൽ നമുക്കിന്നും കാണാൻ സാധിക്കും. ഹൈദരാബാദിലെ ചാർമിനാറിനോട് സാദൃശ്യമുള്ള വാസ്തുവിദ്യയിലാണ് ഇവിടുത്തെ ജുമ്മാ മസ്ജിദ് എന്ന പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സൈന്യത്തിന് മാസങ്ങളോളം കഴിയാനുള്ള ധാന്യങ്ങൾ ശേഖരിച്ചു വച്ചിരുന്ന വലിയ ധാന്യപ്പുരയും കൊട്ടാരവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയുള്ള രാജകീയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ മികവും ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. വ്യത്യസ്തമായ സംസ്കാരങ്ങളും മതങ്ങളും ഇവിടെ പരസ്പരം ഇടകലർന്നു കിടക്കുന്നു. ഹിന്ദു രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങളും മുസ്ലിം ഭരണാധികാരികളുടെ പള്ളിയും കോട്ടയ്ക്കുള്ളിൽ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ മതസൗഹാർദ്ദ ചരിത്രത്തിൻ്റെ വലിയൊരു അടയാളം കൂടിയാണ്. വെറുമൊരു പ്രകൃതി ഭംഗി എന്നതിലുപരി 12ാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ ഗണ്ടിക്കോട്ട. ഇന്ത്യയുടെ ഗ്രാൻഡ് കാന്യൻ ആയ ഗണ്ടിക്കോട്ടയുടെ പുരാവസ്തു പ്രാധാന്യം എന്നത് ചരിത്രാതീത കാലം മുതൽ മധ്യ കാലഘട്ടം വരെയുള്ള മനുഷ്യവാസത്തിൻ്റെ സംസ്കാര അവശിഷ്ടങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ഈ പ്രദേശത്തിൻ്റെ പ്രധാന പുരാവസ്തു മൂല്യങ്ങൾ ഇവിടെയുള്ള ശിലായുഗ അവശിഷ്ടങ്ങളാണ്. ഗണ്ടിക്കോട്ട മലയിടുക്കുകളും അതിനു ചുറ്റുമുള്ള എരമല കുന്നുകളും വെറുമൊരു മധ്യകാല കോട്ട മാത്രമല്ല, പുരാവസ്തു ഗവേഷകർ ഇവിടെ നിന്നും ശിലായുഗ കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ താഴ്വര 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യവാസമുള്ളതായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്ര ചുവരുകളിലും കൽത്തൂണുകളിലും കന്നഡ, തെലുങ്ക് ഭാഷകളിലുള്ള നിരവധി പുരാതന ലിഖിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ലിഖിതങ്ങൾ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെയും പെമ്മസാനി നായകന്മാരുടെയും കാലത്തെ നികുതി വ്യവസ്ഥകൾ, ഭൂമിദാനങ്ങൾ, അക്കാലത്തെ ഭരണരീതികൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഉതകുന്നതാണ്. ചരിത്രകാരന്മാർക്ക് ദക്ഷിണേന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ചരിത്രം പുനർനിർമ്മിക്കാൻ ഈ ലിഖിതങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഒരു കോട്ടയെന്ന നിലയിൽ മധ്യകാലഘട്ടത്തിലെ പ്രതിരോധ തന്ത്രങ്ങളും പ്രതിരോധ മികവിൻ്റെയും മികച്ച ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഗണ്ടിക്കോട്ട. വലിയ കല്ലുകൾ ഒന്നിനുമീതെ ഒന്നായി സിമൻറ്റോ മറ്റ് ചാന്തുകളോ ഉപയോഗിക്കാതെ കൃത്യമായി അടുക്കി വെച്ചാണ് കോട്ടമതിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ രാജാക്കന്മാർക്കും സൈന്യത്തിനും രക്ഷപ്പെടാനായി നിർമ്മിച്ച ഭൂഗർഭ തുരങ്കങ്ങളും തടവുകാരെ പാർപ്പിച്ചിരുന്ന കൽത്തുറങ്കുകളും പുരാവസ്തു ഗവേഷകർക്ക് ഇവിടുത്തെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഏറെ സഹായകരമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ടം. കോട്ടയ്ക്കുള്ളിലെ വിപുലമായ ജലസംരക്ഷണ രീതികൾ അക്കാലത്തെ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ മികച്ച ഉദാഹരണം കൂടിയാണ്. കോട്ടയ്ക്കുള്ളിലെ താമസക്കാർക്കായി നിർമ്മിച്ച വലിയൊരു കുളമാണ് റായല ചെരുവ്. കുന്നിൻ മുകളിൽ പെയ്യുന്ന മഴവെള്ളം കൃത്യമായ ചാലുകളിലൂടെ ഈ കുളത്തിലേക്കും കൊട്ടാരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിച്ചിരുന്ന പൈപ്പിംഗ് സംവിധാനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. വരണ്ട പ്രദേശമായ കടപ്പയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്നിരുന്ന മികച്ച എഞ്ചിനീയറിംഗ് മികവാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുക. കല്ലിൽ നിർമ്മിച്ച ധാന്യപ്പുര, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടുത്തെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തെ നമുക്ക് കാണിച്ചു തരുന്നു. രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ കാണുന്ന മനോഹരമായ പ്ലാസ്റ്റർ വർക്കുകളും കമാനങ്ങളും ഇസ്ലാമിക് ഹിന്ദു വാസ്തുവിദ്യാ ശൈലികൾ ഒത്തുചേരുന്ന അപൂർവ നിർമ്മിതി കൂടിയാണ്. ചുരുക്കത്തിൽ ഒരു ഉപരിവിപ്ലവമായ ഒരു കോട്ട എന്നതിലുപരി മണ്ണിനടിയിലും മുകളിലുമായി നൂറ്റാണ്ടുകളുടെ മനുഷ്യചരിത്രം കാത്തുസൂക്ഷിക്കുന്ന ഒരു വലിയ ഓപ്പൺ എയർ മ്യൂസിയം കൂടിയാണ് ഈ ഗണ്ടിക്കോട്ട.
ഇങ്ങനെ ഇവിടുത്തെ മഹത്തായ പാരമ്പര്യവും മഹത്തായ നിർമ്മാണ രീതിയും മഹത്തായ ചരിത്രവും ഒക്കെ ഓർത്തുകൊണ്ട് ഈ ഗണ്ടിക്കോട്ടയുടെ വിശാലമായ കാഴ്ചകളിൽ നിന്നും ഞാനിപ്പോൾ മടങ്ങുകയാണ് മറ്റ് കാഴ്ചകളിലേക്ക്.